മുംബൈയിൽ, അതായത് ബോംബെ സിറ്റിയിൽ ഒരു 4 ദിവസം മുമ്പ് നടന്ന ഹിറ്റ് ആൻഡ് റൺ, അതായത് അവിടുത്തെ രാഷ്ട്രീയക്കാരൻ രാജേഷ് ഷാ, അദ്ദേഹത്തിൻ്റെ മകൻ, ഏകദേശം 21-22 വയസ്സേ ഉള്ളൂ. ആ പയ്യൻ BMW കാറുമായിട്ട് മുംബൈ സിറ്റിയിലൂടെ രാവിലെ ജുഹുവിൽ അവിടുന്ന് മദ്യം കഴിച്ചു എന്നാണ് പറയുന്നത്. കാരണം ഏർലി മോർണിംഗ് മദ്യം കഴിച്ച ശേഷം പിന്നെ അദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്ന് പോലീസിനോട് കൺഫസ് ചെയ്തിട്ടുണ്ട്. മീൻ കച്ചവടക്കാരൻ, അതായത് വർളിയിൽ മീൻ കച്ചവടം ഹാർബറിൽ നിന്ന് വാങ്ങിയിട്ട് കൊണ്ടുപോയി കച്ചവടം ചെയ്യുന്ന അയാളും അയാളുടെ ഭാര്യയും ബൈക്കിൽ പോവുകയാണ്. അവിടെ വെച്ചാണ് ഈ മദ്യപിച്ച് മയക്കുമരുന്നാൽ വരുന്ന ഈ ചെറുപ്പക്കാരൻ ഈ കാറ് അദ്ദേഹത്തിൻ്റെ BMW കൊണ്ടുപോയി ഈ ബൈക്കിൻ്റെ പുറകിൽ കൊണ്ടിടിച്ച് ആ സ്ത്രീയെ ഏകദേശം 10-60ഓളം മീറ്റർ കൊണ്ടുപോകുന്നു. അതിനുശേഷമാണ് ആ സ്ത്രീ അവിടെ വെച്ച് മരിക്കുകയാണ്. ഇതാണ് സംഭവം. ഇപ്പം കേരളത്തിലെ ഒരു എപ്പിസോഡുണ്ടല്ലോ, IAS ഓഫീസർ ശ്രീറാം വെങ്കിട്ടരാമൻ, അതുമായിട്ട് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരേപോലെയാണ്. അദ്ദേഹം മദ്യപിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗേൾ ഫ്രണ്ടുമായിട്ട് വരുന്ന വഴിയിലാണ് ജേർണലിസ്റ്റായിട്ടുള്ള ബഷീറിനെ ഇടിച്ച് തെറിപ്പിക്കുന്നത്. എന്നിട്ട് ശ്രീറാം വെങ്കിട്ടരാമൻ ചെയ്ത പരിപാടി നിങ്ങൾക്കറിയാം. അദ്ദേഹം ആദ്യം അദ്ദേഹത്തിൻ്റെ ബ്ലഡ് കൊടുക്കാൻ തയ്യാറായില്ല. അയാൾക്കറിയാം, കാരണം അയാൾ ഡോക്ടർ കൂടിയാണ്. ഇത്ര മണിക്കൂർ കഴിഞ്ഞ ശേഷം മാത്രമാണ് ശ്രീറാം ബ്ലഡ് സാമ്പിളായിട്ട് അത് കൊടുത്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. ആ സമയത്ത് കഴിച്ചിരുന്ന മദ്യത്തിൻ്റെ അതൊരിക്കലും ഈ ബ്ലഡിൽ പിന്നെ കാണുകയില്ല. ഇവിടെയും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അതായത് രാജേഷ് ഷായുടെ മകൻ, ഗുജറാത്തി കമ്മ്യൂണിറ്റിയാണ് രാജേഷ് ഷാ. ബിസിനസ്സുകാരനാണ്, അവിടെ ഭരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ വളരെ ഉന്നതനായ നേതാവ്, വലിയ ബിസിനസ്സുകാരനും. ആ സ്വാധീനം ഉപയോഗിച്ചിട്ട് ഹിറ്റ് ആൻഡ് റൺ, ആ നടന്ന സ്പോട്ടിൽ രാവിലെ തന്നെ രാജേഷ് ഷാ വരുന്നു. ആ കാറിൻ്റെ നമ്പർ എടുത്ത് മാറ്റുന്നു, കാർ എടുത്ത് മാറ്റുന്നു. എന്നിട്ട് മകനോട് വളരെ ദൂരെ പോയിട്ട് രഹസ്യമായിട്ട് താമസിക്കാൻ വേണ്ടി പറയുന്നു. അതും അവിടുത്തെ ഒരു സീനിയർ പോലീസ് ഓഫീസറാണ് പറഞ്ഞു കൊടുക്കുന്നത് എവിടെ പോയി താമസിക്കണം. ഇതൊക്കെയാണ് ഓരോ കാര്യങ്ങൾ പുറത്ത് വരുന്നത്. എന്നിട്ടത് സോഷ്യൽ മീഡിയയിൽ കൂടി വലിയ ഇഷ്യൂ ആയി. പിന്നീട് അവിടുത്തെ പത്രങ്ങൾ, നാഷണൽ മീഡിയ അത് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് ആക്ഷനിലായി. ഇതാണ് ഉണ്ടായത്. അതായത് പണമുള്ളവനും സ്വാധീനമുള്ളവനും വേറൊരു നിയമം, പണം സ്വാധീനമില്ലാത്തവന് മറ്റൊരു നിയമം. അതായത് നിയമത്തിൻ്റെ നടപടിക്ക് പോകട്ടെ എന്ന് നമ്മുടെ മുഖ്യമന്ത്രിയും അവിടുത്തെ മുഖ്യമന്ത്രിയും നമ്മുടെ രാഷ്ട്രീയക്കാരും നമ്മളെ ഭരിക്കുന്നവരും പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് നടന്നത്, അതാണ് ഏറ്റവും പ്രാമുഖ്യമായിട്ടുള്ള കാര്യം. ഇവിടെയും 60 മണിക്കൂറിന് ശേഷമാണ് രാജേഷ് ഷായുടെ മകൻ മിഹിർ ഷായെ അറസ്റ്റ് ചെയ്യുന്നത് പോലീസ്. അത് ഒരിടത്ത് പോയി പൊക്കുമായിരുന്നു, കാരണം പോലീസിന് അറിയാമായിരുന്നു ഇവൻ എവിടെ ഇരിക്കുന്നതെന്ന്. അപ്പം എന്താണ് ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠം? അതായത് ഈ ഹിറ്റ് ആൻഡ് റൺ എന്ന് പറയുന്നത് എൻ്റെ മുമ്പിൽ വെച്ച് ഡൽഹിയിൽ ദ്വാരക സിറ്റിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെയും അന്നും ഇതേപോലൊരു പാവം പിടിച്ച സ്ത്രീയെ, ചെറുപ്പക്കാരൻ, അതാ സ്കൂളിലെങ്ങാണ്ട് പഠിക്കുന്ന പയ്യന്, അവനും അവൻ്റെ ഗേൾ ഫ്രണ്ടും കൂടെ വരുന്നു, അവരെ ഇടിച്ച് കളയുന്നു. അതായത് റോഡിൽ ഈ മാങ്ങയൊക്കെ വിൽക്കുന്ന ആ സ്ത്രീയാണ് കൊണ്ടിടിക്കുന്നത്. എന്നിട്ട് വളരെ കൂളായിട്ട് പോയി, കാരണം അവൻ്റെ അപ്പൻ അവിടെ സീനിയർ IAS ഓഫീസർ, സെൻട്രൽ ഗവൺമെൻറ്റിലെ സീനിയർ IAS ഓഫീസറായിരുന്നു. ഞാനീ പറയുന്ന ഏകദേശം 10-12 കൊല്ലം മുമ്പുള്ള സംഭവം. ഇപ്പോൾ ഈ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് അന്ന് ദ്വാരക സെക്ടർ 12 പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോയി. കാരണം ഞാൻ പറഞ്ഞു എൻ്റെ മുമ്പിൽ വെച്ചാണ് ഈ സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞത് കേസ് ചാർജ് ചെയ്യണം. പക്ഷെ പിന്നീടുണ്ടായ സംഭവമാണ് അവിശ്വസനീയമായ. കാരണം അവിടെ നിന്ന് പോലീസ് കേസെടുക്കുന്നു. പക്ഷേ അതിനുശേഷം ഈ പയ്യൻ്റെ പിതാവ് പോയിട്ട് ഈ ഇടിച്ചിട്ട സ്ത്രീയെ റാം മനോഹർ ലോഹിയ ഹോസ്പിറ്റലിൽ പോയി കാണുന്നു. എന്നിട്ട് അവർക്ക് പണം കൈമാറുന്നു. പണം കൈമാറിയിട്ട് കേസ് വിഡ്രോ ചെയ്യുന്നു. അവർക്ക് ഓർമ്മയില്ല ആരുടെ കാറാണ് ഇടിച്ചത്
എന്ന് അവരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് അവർ ആ കേസ് അവരെ വിഡ്രോ ചെയ്യുകയാണ്. ആ കേസ് തള്ളിപ്പോവുകയാണ്. അവർ സീരിയസ് ആയിട്ട് ഇഞ്ചേർഡായി. അവർക്ക് ഏകദേശം നല്ല പണം കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഇവിടെയും ഉണ്ടാകാൻ പോകുന്നത് ഇതൊക്കെ തന്നെയാണ്. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത്. അതായത് രാഷ്ട്രീയക്കാരും സ്വാധീനമുള്ളവരും ഇങ്ങനൊരു ക്രിമിനൽ കേസിൽ കുറ്റം ചെയ്ത ശേഷം, നമുക്ക് ശ്രീറാം വെങ്കിട്ടറാമനെ ആ ക്ലാസിക് എക്സാമ്പിളാണ്. കാരണം അദ്ദേഹം ഒരു സിവിൽ സർവീസ് ഓഫീസറാണ്, IAS ഓഫീസറാണ്, വളരെ ഉത്തരവാദിത്തമുള്ള ഓഫീസർ. അയാൾ എന്താ ചെയ്തത്? മദ്യപിച്ചിട്ട് ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ കാർ ഓടിച്ചിട്ട് ഒരു പാവം പിടിച്ചവനെ റോഡ് ദൂരെ മാറി എന്നവനെ പിടിച്ച് ഇടിച്ചിട്ട് അവനെ കൊന്നിട്ട് ഇയാൾ വളരെ കൂളായിട്ട് വീണ്ടും സർവീസിൽ കയറി. നമ്മുടെ മുമ്പിൽ മലയാളികൾ കണ്ട സംഭവമാണിത്. അപ്പം ഇത് നിരന്തരമായിട്ട് ഇന്ത്യയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. സിനിമാക്കാരന്മാർ ചെയ്യും, മറ്റുള്ള സ്വാധീനമുള്ള രക്ഷകർത്താക്കളുണ്ടെങ്കിൽ അവരുടെ 10, 12, 16 വയസ്സുള്ള കുട്ടികൾ ഇത് ചെയ്യും. ഇതൊക്കെ പല ആവർത്തി കഴിഞ്ഞിടയ്ക്ക് പൂനെയിലുണ്ടായ സംഭവം. അപ്പോൾ ഇന്ത്യയിൽ ഇത് സിറ്റികളിലാണെങ്കിലും ഗ്രാമപ്രദേശത്ത് സ്വാധീനവും രാഷ്ട്രീയ സ്വാധീനവും അല്ലെങ്കിൽ സീനിയർ ബ്യൂറോക്രാറ്റ് ആണെങ്കിൽ അവർക്കൊക്കെ ഇത് നടത്താം. അവരിൽ പണമുണ്ട്. അതായത് അവർ ചെയ്യുമ്പോൾ ഇതൊരു കുറ്റമല്ലാതായി മാറുന്നു. ഈ കുറ്റം എങ്ങനെയൊക്കെ വെളുപ്പിക്കണമെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം എല്ലാം എഡ്യൂക്കേറ്റഡ് ആണ്. കാരണം ഇവർക്ക് സ്വാധീനമുള്ളവരാണ് അവിടെ ഭരിക്കുന്നവർ. അവിടെ പോലീസാണെങ്കിലും ഹോസ്പിറ്റലാണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും ഇവരൊക്കെ ഇവർക്ക് അറിയാവുന്നവരാണ്. ഇവരെയൊക്കെ പണം കൊടുത്ത് ബ്ലഡ് മാറ്റാനോ അത് മാറ്റാനും ഇത് മാറ്റാനും ഒക്കെ ഇവരെ കൊണ്ട് കഴിയും. ഇതൊരു നല്ല ഇന്ത്യയുടെ ഒരു സ്വഭാവമല്ല. കാരണം ഇന്ത്യക്കാർ ഇത്രയും വലിയൊരു ജനാധിപത്യ രാജ്യത്ത്, അതായത് നമ്മളിപ്പോഴും ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. അപ്പോൾ നമ്മുടെ ഈ സമൂഹത്തിൽ നടക്കുന്ന ഈ തിന്മകൾ, അതായത് സ്വാധീനമുള്ളവൻ എന്തും ചെയ്യും, അവൻ്റെ മക്കൾ എന്തും ചെയ്യും, അവർക്ക് പണം കൊടുത്ത് മാറാൻ സാധിക്കും, അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തി ആ കേസ് ഒതുക്കുവാൻ സാധിക്കും, ബ്ലഡിൻ്റെ സാമ്പിൾ മാറ്റാൻ സാധിക്കും, ലേറ്റായിട്ട് അറസ്റ്റ് ചെയ്യാൻ സാധിക്കും, പോലീസിനെ ഉപയോഗിച്ച് ഇവർക്ക് പണം കൊടുത്തും ആ കേസ് പൂർണ്ണമായിട്ടും മാറ്റാൻ സാധിക്കും. ഉറപ്പായിട്ടും ഇത് നമ്മൾ ചോദ്യം ചെയ്യേണ്ട സംഭവം തന്നെയാണ്. അതായത് ഒരു ചെറിയ നിസാരമായിട്ട് ഇത് കാണരുത്. കാരണം ഇതൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന പുതിയ തലമുറ അവരെന്താണ് വിശ്വസിക്കുന്നത്? അതായത് പണമുള്ളവൻ്റെ മക്കൾക്കും പണമില്ലാത്തവൻ്റെ മക്കൾക്കും 2 രീതിയിലുള്ള നിയമവ്യവസ്ഥ. നിയമം ഒന്ന് തന്നെയാണ്, പക്ഷെ അവരുണ്ടാക്കിയെടുക്കുകയാണ്. അതായത് നമ്മുടെ ആ സിസ്റ്റത്തോടും നമ്മളോടുള്ള ആ പൂർണ്ണമായിട്ട് ഒരു വിയോജിപ്പാണ് ഇതുണ്ടാകുന്നത്. കാരണം അവർക്ക് എന്തും ചെയ്യാൻ സാധിക്കും, അവരെന്തു കുറ്റം ചെയ്താലും അവർക്ക് ഊരാൻ സാധിക്കും, പണം കൊടുത്ത് എന്തും സാധിക്കും, അല്ല സ്വാധീനം കൊണ്ട് എന്തും സ്വാധീനിക്കും. അതായത് പൊളിറ്റിക്കൽ പിടിയുണ്ടെങ്കിൽ അതിനേക്കാളൊപ്പം സാധിക്കും. ഇത് മാറിയേ മതിയാവുകയുള്ളൂ എന്ത് വന്നാലും. കാരണം എന്തിന് ഇതുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ കോട്ടമെന്ന് പറയുന്നത് എല്ലാവർക്കും ജസ്റ്റിസ് കിട്ടണം. ഇവിടെ ജസ്റ്റിസ് കിട്ടാതെ ഇവിടെ ഇപ്പം മീൻകാരൻ്റെ ആ പ്രശ്നം വലിയ സംഭവമായിട്ട് വരുവാണെങ്കിൽ തന്നെയും അവരുടെ ഹസ്ബൻഡ് വളരെ കരയുന്നു. അദ്ദേഹം പറയുന്നു അയാളുടെ മകൾക്ക് അമ്മയെ നഷ്ടപ്പെട്ടു, ഈ ഒരു ഇഷ്യൂ ആണ്. പക്ഷേ ഒരു 2 മാസം കഴിയുമ്പോൾ ഇത് കേസുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴുണ്ടാകാൻ പോകുന്നത് ഈ പറയുന്നയാൾ ഈ പണം വാങ്ങിയിട്ട് ഈ കേസ് പൂർണ്ണമായിട്ടും കോടതിയിലൊക്കെ ഒതുക്കും. ഇതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ അപ്പം ഒരു സീനിയർ പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞ ഇങ്ങനൊരു സന്ദർഭത്തിൽ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പം ഇവിടെയാണ് നിയമത്തിൻ്റെ പരിരക്ഷ കൊണ്ടുവരേണ്ടത്. അതായത് ഇങ്ങനൊരു കേസുണ്ടായ ശേഷം അത് പണം മേടിച്ചത് കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. കാരണം കുറച്ച് പണം അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോൾ എനിക്ക് ഇയാളെ അറിയത്തില്ല, ഇതെങ്ങനെയാണ് ഇടിച്ചതെന്ന് അറിയത്തില്ല, മൊഴി കൊടുത്ത് ഈ സംഭവം പൂർണ്ണമായിട്ടും കേസ് കുറ്റവാളിക്ക് അനുകൂലമാക്കി മാറ്റുന്നു. ഇത് പല ആൾക്കാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവർ വളരെ എനിക്ക് നേരിട്ട് അനുഭവമുള്ളതാണ്. കാരണം ഞാൻ ധാരിക പോലീസ് സ്റ്റേഷനിൽ പോയി ഞാനത് മൊഴി കൊടുക്കുന്നു, സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു, എല്ലാ കാര്യങ്ങളും അത് എൻ്റെ മുമ്പിൽ വെച്ച് ഈ നടക്കുന്ന ഈ സംഭവം ഞാൻ നടന്നു വഴി കൂടെ വൈകിട്ട് നടക്കാൻ പോയപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കാരണം ഞാനിത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ അവിടെ വെച്ച് ഞാൻ തന്നെയാണ് പെട്ടെന്ന് പോലീസിനെ വിളിക്കുകയും ഈ സ്ത്രീയെ കൊണ്ട് പെട്ടെന്ന് അത് വരുന്ന വണ്ടിയിൽ കൊണ്ടാക്കുകയും ഇവൻ്റെ വണ്ടിയുടെ ഫോട്ടോ, ആ ചെറുക്കൻ്റെ ഫോട്ടോ, ആ ഗേൾ ഫ്രണ്ടിൻ്റെ ഫോട്ടോയൊക്കെ അവിടെ മൊബൈലിൽ വെച്ചെടുക്കുകയും പെട്ടെന്ന് ഞാൻ പോലീസിനെ അറിയിക്കുകയും ഞാൻ പറഞ്ഞു ഞാൻ വരാം,
എന്നും പറഞ്ഞ് ഞാൻ പോയ ഇഷ്യൂ അതാണ്. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ സ്ത്രീക്ക് പണം കൊടുത്തിട്ട് ഈ പൂർണ്ണമായിട്ട് ഇത് മാറ്റിക്കളഞ്ഞത്. എനിക്കറിയത്തില്ല ആ സ്ത്രീയുടെ കണ്ടീഷൻ എന്താണെന്ന്. കാരണം എനിക്ക് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കന്ന് ദാരിദ്ര്യമുണ്ട്. ആ ദാരിദ്ര്യത്തിൻ്റെ ഭാഗമായിട്ട് പൂർണ്ണമായിട്ടും ഈ ഇടിച്ചവനാണ് എല്ലാം മുതലെടുക്കും. അപ്പം ഇവിടെ ജസ്റ്റിസ് എന്ന് പറഞ്ഞ നിയമം എന്ന് പറയുന്നത് രണ്ട് കൂട്ടർക്കായിട്ടങ്ങ് മാറുകയാണ്. സ്വാധീനമുള്ളവർക്കും പണമുള്ളവർക്കും ജസ്റ്റിസ് കിട്ടുന്നു, മറ്റുള്ളവർക്ക് ഇതിൽ നക്കാപ്പിച്ച് കൊടുക്കുന്നു. ഇവരൊന്നും മനസ്സിലാക്കുന്നില്ല. ഇതൊരു കേസ് ഫർദറായിട്ട് പോവുകയാണെങ്കിൽ, ഇൻഷുറൻസ് ആണെങ്കിൽ നല്ല കേസ് ആവുകയാണെങ്കിൽ ഇവർക്ക് അതിൻ്റെ കോമ്പൻസേഷൻ കിട്ടുമെന്ന് ഇതൊന്നും ഇവർ മനസ്സിലാക്കുന്നില്ല. പക്ഷെ അപ്പോഴെന്ത് നടക്കുന്നു, അത് കിട്ടണം, അതിനു വേണ്ടി ഇവർ തയ്യാറാകുന്നു. ഇപ്പം ഇതാണ് ഗവൺമെൻറ് ആണെങ്കിലും നമ്മൾ ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഓരോ പൗരനും ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടേതായ ഉത്തരവാദിത്വമുണ്ട്. അല്ലാതെ ഇത് മാറുകയില്ല.